ഒരു വിദേശ പൗരൻ, ഒരു കഷ്ണം അടിവസ്ത്രം, ഇന്റർപോൾ ഇടപെട്ട അന്വേഷണം. കേൾക്കുമ്പോൾ ഒരു സിനിമ പോലെ തോന്നുമെങ്കിലും മുൻ മന്ത്രി ആന്റണി രാജുവിനെ വർഷങ്ങളോളം വേട്ടയാടിയ ഒരു യഥാർത്ഥ സംഭവമാണിത്. കഥ തുടങ്ങുന്നത് 1990 ഏപ്രിൽ 4-നാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആൻഡ്രൂ സാൽവദോർ സർവലിയ എന്ന ഓസ്ട്രേലിയൻ പൗരൻ പിടിയിലാകുന്നു. അയാളുടെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ 61 ഗ്രാം ഹാഷിഷാണ് പോലീസ് കണ്ടെടുത്തത്. ഈ കേസിൽ കോടതിയിൽ ഹാജരാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ ആ അടിവസ്ത്രമായിരുന്നു. ആദ്യഘട്ടത്തിൽ കേസ് പരാജയപ്പെട്ടു. സെഷൻസ് കോടതി ആൻഡ്രൂവിന് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. അന്ന് ആൻഡ്രൂവിനായി വാദിച്ച പ്രശസ്ത അഭിഭാഷക സെലിൻ വിൽഫ്രഡിന്റെ ജൂനിയർ ആയിരുന്നു ഇന്നത്തെ MLA ആന്റണി രാജു. കേസ് തോറ്റെങ്കിലും പ്രതിയെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ തുടങ്ങുകയായിരുന്നു. ജയിലിലായി 4 മാസം കഴിഞ്ഞപ്പോൾ ആൻഡ്രൂവിന്റെ ബന്ധുവായ പോൾ കോടതിയിൽ ഒരു ഹർജി നൽകി. ഉപയോഗശൂന്യമായ വ്യക്തിഗത വസ്തുക്കൾ വിട്ടുകിട്ടണമെന്നായിരുന്നു ആവശ്യം. കോടതി ക്ലാർക്ക് KS ജോസിന്റെ സഹായത്തോടെ ആന്റണി രാജുവും പോളും ചേർന്ന് ആ അടിവസ്ത്രം കൈപ്പറ്റി. പിന്നീട് നടന്നത് വലിയൊരു ചതിയായിരുന്നു. ആ അടിവസ്ത്രം വെട്ടിമുറിച്ച് ചെറുതാക്കി വീണ്ടും തുന്നിപ്പിടിപ്പിച്ചു. വിചാരണയ്ക്ക് തൊട്ടു മുൻപ് അത് കോടതിയിൽ തിരികെ ഏൽപ്പിച്ചു.